ബാക്കപ്പ് ഒക്കെ എത്തിയല്ലോടാ. എന്താടാ ടേക്ക് ഹോസ്റ്റേജ് അടിയണം മന്ദാരം. അല്ല എനിക്ക് പറ്റൂല മറ്റേ ബാക്കപ്പ് ആണോടാ? ഇല്ലടാ അതിന് പിസ്റ്റൾ ഇല്ല, അതിന് AR വേണം കയ്യില്. എടാ ഒരു ലാപ്ടോപ്പ് വേണ്ടിട്ടാ, ലാപ്ടോപ്പ് ഡ്രോപ്പ് ചെയ്തേ. എത്ര ലാപ്ടോപ്പ് ആണ്? ഒരെണ്ണം. ഇല്ലല്ലോടാ ലാപ്ടോപ്പ്. ലാപ്ടോപ്പ് ഉണ്ടാ. നീ എടുത്ത് ഡ്രോപ്പ് ചെയ്ത് എവിടെ ആയിരുന്നു? അതിന്റെ ലാപ്ടോപ്പ് എക്സ്ട്രാ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. ഇവിടെ ഉണ്ടായി. എവിടെ? എവിടായിരുന്നു? ഇപ്പം ടയറൊക്കെ അടിച്ചോട്ടിക്കണ്ട നമ്മുടെ വണ്ടീന്റെ. ആര്? വെയിറ്റ് ചെയ്യേ. ആരാടാ? അവനാണോ അടിച്ചോട്ടിച്ചേ? ആ വണ്ടിക്കകത്തിരിക്കുന്നവനാണോടാ? എടാ വെള്ളം നോക്കാം. ആണോ? രക്ഷപ്പെടാൻ തോന്നുന്നുണ്ടോ? എടി ഒരു അമ്മച്ചി പൂക്കിയ എങ്ങനെ ഇരിക്കും, അതാണ് കേട്ടോ അവള്. ആ കുട്ടിയെ കണ്ടോ? പറയാനുള്ളതൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു ലിമിറ്റ് വിട്ടു പോരുത്. കളിയാക്കോ, നല്ല രീതി കളിയാക്കോ കേട്ടോ. ഹലോ ഹലോ കുട്ടി. ഹലോ അല്ല കാര്യം അടിക്കണ്ട, കുഴപ്പമില്ല. മാസ്ക് പൊട്ടിയാന്നല്ല. പൊട്ടി. ഹലോ വേറെ രീതി ഊക്കല്ലേ? ഇല്ല കുട്ടി പൊട്ടിയാന്നല്ല. മേക്കപ്പല്ല കുറച്ചുകൂടെ. ചോരന്നല്ല, മുട്ടിലല്ല ഫുള്ള് ചോരാന്നല്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ മുട്ടക്ക് ചോര ഇട്ടിട്ടും വരൂ ഓരോരുത്തല്ല. ഓ കിടിലോ നല്ലതാന്ന് ആണ്ടാന്നല്ലേ? ചോരക്കളിയാന്നല്ലേ? ചോരക്കളിയാന്നല്ലേ? മുട്ടിലല്ല ഫുള്ള് സ്റ്റോറിയാ. ചോര മറ്റേ മുടിയും കളർ മാറ്റാന്, ചോര കളർ മാറ്റാന്. ഹലോ കുട്ടി സംസാരിക്കുന്നില്ലല്ലോ. കുട്ടി മിണ്ടൂല. കുട്ടിക്ക് ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ കിട്ടണം എങ്ങനെ പറയണോന്ന്. നീ എന്തിനു പറയുന്നത്? വേണം. അത് നമുക്ക് അറിയാം. നീയായിട്ട് വിളിച്ചു പറഞ്ഞോ, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. കുട്ടി വേറെ വിചാരിച്ചു നമ്മളെ നാട്ടില് മൂടിന്റെ മുഖം. ഇല്ല അത് അവനറിയാലോ. അവന്റെ സ്ലാങ്ങല്ലേ സംസാരിക്കാൻ പറ്റൂ. എന്താ ഉമ്മിലൊരു കരച്ചലല്ലോ? കരയണ്ട, ഞാൻ ഒന്നും ചെയ്യൂല. ഉച്ചിരെ കൊണ്ടു. ഇല്ല അവൻ കാസർഗോഡുള്ള ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെ മൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് എന്താണ് പറയുന്നത്? കാസർഗോഡോ കൊല്ലം അല്ലല്ലോ. എന്താ കുട്ടി വേറെ ലോകത്തുണ്ടാ? ഹലോ വേറെ ലോകത്തുണ്ട് തോന്നുന്നു. ഇവിടെ കുട്ടിക്ക് നിർദ്ദേശം കിട്ടണം, മനസ്സിലായോ? പപ്പറ്റ് കേട്ടില്ല? മറ്റേ പണ്ട് ഈ നമ്മള് കാർട്ടൂണൊക്കെ കാണുമ്പോ പപ്പറ്റ് ഷോ എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടില്ലായിരുന്നോ? മറ്റേ ഇങ്ങനെ മേളിൽ നിന്ന് ഒരാൾ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കൈ അനക്കുന്നു, വായ അനക്കുന്നു, സംസാരിപ്പിക്കുന്നു, കൺട്രോൾ ആക്കും. മനസ്സിലായോ? സംസാരിപ്പിക്കുന്നു. അതേ പരിപാടി തന്നെയാണ് ഇത്. പണ്ട് പപ്പറ്റ് ഷോയിലെ വില്ലനൊക്കെ ഓർമ്മയുണ്ടോ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇവിടെ ഒരു വില്ലൻ കാണത്തില്ലേ? സത്യം പറഞ്ഞ ഇപ്പം വില്ലന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാലടാ ഭയങ്കര ഡിമാൻഡാ. ഈ വില്ലന് ഡിമാൻഡ് ഇല്ല. റോബറിക്ക് ഇത് വേണല്ലോടാ, ലാപ്ടോപ്പ്. തീരാതെ ചുരുളിൽ ഇടിയൊക്കെ കൊടുത്തോ? ഇടിയൊക്കെ കൊടുത്തോ? കണ്ണാപ്പേ പട്ടിന്റെ സൗണ്ട് പട്ടിന്റെ കേക്കുന്നുണ്ടല്ലോ. കേക്കുന്നുണ്ട്. മറ്റേ ശബ്ദമല്ലേ? മറ്റേ അതന്നെ കേക്കുന്നുണ്ട്. അല്ല അപ്പുറത്ത് ആടുന്നായിരിക്കും. കുട്ടി
ശബ്ദം ഇവിടെ കേൾക്കാൻ പറ്റും. ഓ കേട്ടോ. കേക്കുന്നുണ്ട് കേട്ടോ തന്നെ കേട്ടോ. കേക്കുന്നുണ്ടടി. ബൗ, ബൗ, ബൗ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലല്ലോ കേട്ടോ. ഇത് പൂച്ചേൻ ഡ്രസ്സാണ്, പട്ടിന്റെ ഡ്രസ് ഇടാത്തന്റെ ഇത് കൊള്ളാന്ന്. കഴുത്തിന് മണിയൊക്കെ ഉണ്ടല്ലോ. താല്പര്യമില്ലാത്തോണ്ട്. കാളയാ? താല്പര്യം ഇല്ലാത്തോണ്ടാ? അത് താല്പര്യം ഉണ്ടാണല്ലോ നേരെ. പൂക്കിയാവാൻ നോക്കിയാടാ അമ്മച്ചി, പൂക്കിയാവാൻ ഓ നോക്കിയാ. പൂക്കാന്നൊക്കെ, പക്ഷെ ഞാൻ പറയുന്നില്ല. ബ്രോ അഞ്ചാമത്തെ കൊള്ളി ബ്രോ, താങ്ക്സ് വെച്ചത് 449 സൂപ്പർ ചാറ്റ്. എടാ ലാപ്ടോപ്പ് ഉണ്ടോ? എടാ നീ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് ലാപ്ടോപ്പ്. അത് കാണാനില്ല, മൈൻഡ് കുട്ടിയുടെ പേരെന്താ കുട്ടി? സിയ. സ്റ്റിയ? സിയ അല്ല, സിയ. പേര് മാറ്റില്ലേടി. ഒന്ന് പറഞ്ഞ രണ്ടിന് സിയ എന്ന് പറഞ്ഞ ആരെന്താ എന്റെ വിചാരം? സിറ്റിയിലെ തല്ലുകൊള്ളി. ആരെന്താ നിന്റെ വിചാരം? സിറ്റിയിലെ തല്ലുകൊള്ളി എല്ലാ ഇപ്പൊ പട്ടി പേരോ? അല്ല പേടിയാന്നല്ല. നേരത്തായിട്ടുണ്ട്. അല്ല ഓസ്ട്രേലിയ ഓൺലൈൻ ഇത്ര മിനിറ്റ് എന്തോ ഇല്ലടാ. വിട്ടാര് ഒരു ഇടിയും കൂടെ കൊടുത്ത്. ഹലോ കുട്ടി, യു ക്യാൻ ലീവ്. റോബറി കഴിഞ്ഞു, പോലീസ് ഒന്നുമില്ല. ഹലോ, യു ക്യാൻ ലീവ്. തീരാതെ അല്ല, കൊല്ലണ്ട. ഇത് നമ്മൾ ഓർത്ത് വെക്കണം. പൈസ എടുക്കണ ടോക്കിയോ കേട്ടോ, അത് ഉറപ്പാ. ടോക്കിയോ അവനെ പിടിച്ചാലോടാ. അവനെ പൈസ എടുക്കാണ്ട് പോയാണ്ട കള്ളൻ. അവനെ പിടിച്ചാലോ. അവിടെ ഒന്ന് വന്നടാ എല്ലാരും ഇറങ്ങിക്കടാ. മുച്ചിരി സാൻഡ്രു എല്ലാരും ഇറങ്ങിയടാ. മുച്ചിരി അവിടെ. എടാ അവന് ATM പൈസ എടുക്കാണ്ട് നേരെ ബാഗിന്റെ ഉള്ളിലോട്ട് ഇരിക്കണ്ട. അവിടെ വന്നിട്ട് അതിൽ തന്നെ ഉണ്ടല്ലോ അവനൊരു കള്ളനാന്ന്. ആള് ഹീലൊക്കെ അടിക്കുന്നുണ്ട്. മുച്ചിരി ഇറങ്ങണ. ബ്രോ ഒന്ന് കൈ വെക്കണേ. പേരെന്താ? പറഞ്ഞോ. പേരെന്താ? സൈക്കോസ്കി. ബ്രോ ഒരു ഷോപ്പ് അടിക്കാനാ ബ്രോ, ഒന്ന് വരണേ. ഒന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് കറക്റ്റ് മനസ്സിലായല്ലോ. ആ കുട്ടിക്ക് കറക്റ്റ് മനസ്സിലായി സൈക്കോസ്കി ആണ് കേട്ടാ. സൈക്കോസ്കി ആണോ? വന്നല്ലോ. അയ്യോ വന്നല്ലോ. അവനെടാ കള്ളനാണ് അവൻ. അവനെന്തേ? അവന് ATM പൈസ എടുക്കണവരെ അടിച്ചിട്ടേടാ. എന്താ പോയ അവനവിടെ വെള്ള ഡ്രസ്. വണ്ടി കയറ്. അൻപതിനാ വണ്ടി കയറ്. എടാ നിങ്ങൾ നേരെ വിട്ടോ, ഞാൻ അങ്ങോട്ട് വരുവാ. ഇന്ന് ചാകരയാണല്ലോടാ. നേരെ എന്താടാ മന്ദാരം നിനക്ക് വയ്യേ? നമ്മൾ ചത്താല് ഗ്യാങ്ങിന്റെ പേര് ചോദിക്കില്ലേ ഏട്ടാ? ഗ്യാങ്ങിന്റെ പേര് ആരും ചോദിക്കില്ലേ? താഴത്തെ ഷോപ്പിലോട്ട് വരൂ. ഈ ഷോപ്പിലുണ്ടല്ലോ. എടാ ഏ ഷോപ്പിലാ? ആ ഷോപ്പില് വന്നാ? നിങ്ങൾ വന്നാ? തീരാതെ ജസ്റ്റ് നമ്പർ 2 ഓൺ സ്റ്റേജ്. എടാ ചെയ്തോ. നമ്മുടെ രണ്ടാമത്തെ റോബറിയാ ബ്രോ. നമ്മുടെ ആദ്യത്തെ റോബറി അൺസക്സസ്ഫുൾ ആയി. അത്രയ്ക്ക് ഓസ്റ്റേ ആണ് നമുക്ക് കിട്ടിയത്. രണ്ടാമത്തെ റോബറി ബ്രോ ആയോണ്ട് എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. ഹലോ. എടാ നീ പോയി റിപ്പയർ ഇട്ടോ, ഞാൻ ഇവിടെ കൺവെന്റ് ചെയ്തോളാം. റിപ്പയർ ഇട്ടോ. അല്ല ബ്രോ ഷോപ്പ് റോബറിംഗ് ആണ്. ഇറങ്ങണേ. റോബറി നടക്കോ ബ്രോ? പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ? ഇല്ല പറ്റില്ല ബ്രോ. റോബറി ഒന്ന് ഇറങ്ങണേ ബ്രോ. ലീവ് ആണ്. ബ്രോ നമ്മള് പോലീസിനെ വിളിക്കാം. അല്ല ബ്രോ എന്തായിരുന്നു? സൈക്കോ വിസ്കിയാ? ഓക്കെ ബ്രോ. തീരാതെ ചുരുളിൽ നീയോ കണ്ണിൽ കരുതി പോടാ. ജസ്റ്റ് നമ്പർ 2 ഓൺ സ്റ്റേജ്. ഗയ്സ് 5 ഗോളോട്.
അപ്പം 5 ഗോൾ നിങ്ങളെ കൊണ്ട് അടിക്കാൻ പറ്റും. Just about to on stage. എന്തൊരു ഗതികേടാടാ ബ്രോക്ക്. പർപ്പിൾ കളറിനോടാണോ ഇഷ്ടം? അല്ല, പിങ്ക് കളറിനോട് ഇഷ്ടം ബ്രോ. പർപ്പിൾ അല്ല, പിങ്ക്. പിങ്ക് 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 ഓക്കെ ഓക്കെ ഓക്കെ. പിങ്കിനോടല്ലേ ഇഷ്ടം? ഓക്കെ. കാരണം നാളെ ഒരു ബജ്ജിയ കണ്ണാപ്പയും എടുക്കും. അത്രേ ഉള്ള. ഹലോ ഹലോ പറ. ഓ ഞാൻ ഈ വണ്ടി എടുത്തോട്ടെ, എന്റെ കാർ എടുത്തോ? ഇല്ല പറ്റൂല ബ്രോ, ലിവിയാണേ. ഓക്കെ. നീനാണോ ബ്രോ ഇവിടെ നിന്ന? ഹലോ, ഇടി വന്ന് എന്നെ കൊണ്ടുപോകോ? ഹലോ ഹലോ എന്തൊക്കെ ഗതികേടാടാ നിന്റേത്. പക്ഷെ നിന്റെ മറ്റു പല കലാപരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. സൈഡ് ATM വരുന്നു, ഒന്നും അറിയാത്ത പോലെ അകത്ത് ATMല് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ ക്രെഡിറ്റ് കാർഡ് അത് വലിയ പ്രശ്നമാണ് ബ്രോ. അത് ഉള്ളിൽ കയറി പർച്ചേസ് ചെയ്തു, പക്ഷെ അപ്പോഴും യൂസ് ചെയ്യാത്തുള്ളൂ. അത് പ്രശ്നമാണ് ബ്രോ. സ്വഭാവം നന്നാണ്. ബുക്കാണെന്നാണ് ബുക്ക്. ഓ ഇതെല്ലാം ഒരു ബുക്കല്ലേ ബ്രോ? ഏതു എല്ലാം നീ ഒരു ബുക്കല്ലേടാ. എന്തൊക്കെയാടാ മന്ദാരി സിറ്റി നടക്കുന്നത്. എനിക്ക് ചിരി വരുന്നത് എല്ലാം കൂടെ കണ്ടിട്ട് തന്നെ. ഓ പിന്നെ പാട്ടുകാരനാണ്. താങ്ക് യു ബ്രോ, താങ്ക് യു. എനിക്കിങ്ങനെ ഈ തെണ്ടികളുടെ കോംപ്ലിമെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു ബ്രോ, താങ്ക് യു. പെട്ടെന്ന് ATM പൈസ എടുക്കണ ആക്ഷൻ നമുക്ക് അറിയാവുന്ന ഒരാളാണ് പൃഥ്വിരാജ്. നമുക്ക് അസ്രയേൽ L3 നിനക്കൊരു വേഷം തരട്ടെ? ഒന്ന് ലാലട്ടന്റെ ഫ്രണ്ട് വെച്ച് നീ ഒന്ന് ചെറുതായിട്ട് ATM ഒരു പിന്നടിച്ച് പൈസ എടുക്കുക. പൈസ എടുത്ത് ഇറങ്ങുന്ന സമയത്ത് മറ്റേ ചായം തരാൻ പറ്റില്ല. ഒരു കട്ടനും കേക്കും, ഒരു കട്ടനും വെട്ടി കേക്കും. നീ ATM കാർഡ് ഇട്ട് വെളി ഇറങ്ങുന്ന വരും, നിന്നെ അടിച്ചോണ്ട് പോകും. ഇതുപോലെ ഒരു കട്ടനും വെട്ടി കേക്കും തരും. ഓ സൂപ്പർ 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 ബ്രോ. അടിക്കണ്ട. ആരും അടിക്കണ്ട. ഞാനുണ്ട് ഇച്ചിരി സൈഡ് നമ്മളെ അടിച്ചിട്ടാ മറ്റേ സൂപ്പർ 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 സൂപ്പർ. ഓസ്ട്രേലിയൊക്കെ നിൽക്കുമ്പം ഓസ്ട്രേലിയ കൺവേർട്ട് ചെയ്യിക്കുമ്പോഴത്തേക്ക് സൂപ്പറാണ്. സൂപ്പർ സൂപ്പർ. സിയമോൾ വിഷയം സൂപ്പർ. സൂപ്പർ 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 സൂപ്പർ. എന്തൊക്കെ പറയാനാ എടാ. ഇവർക്ക് ഈ FRP എല്ലാം നേരെ കളിക്കാൻ ആർക്കും അറിഞ്ഞൂടെ? POV എല്ലാം എൻ്റെ ഉണ്ട്. മസ്റ്റ് POV. CRGG ഫയർ. ഇതിപ്പോ തന്നെ VC കൊണ്ട് അപ്പോഴേ കാണിക്കാം. ഇതിപ്പോ കയ്യോടെ
ഈസി കൊണ്ടൊന്ന് കാണിക്കാം. ഇതങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട. ഇല്ല തിരിച്ചടിക്കണ്ട ഗൈസ്, ഇത് തിരിച്ചടിക്കണ്ട. നിങ്ങൾക്കറിയാം തിരിച്ചടിച്ചു കഴിഞ്ഞാൽ സിറ്റുവേഷൻ എങ്ങനെ പോകുന്നു. തിരിച്ച് കത്തിക്കാനൊക്കെ വരുന്ന കേട്ടോ. അടിച്ചിട്ട് വേണ്ട ഇത് ഇവരായിട്ട് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കാണ്. മറ്റേ ടൈം വേസ്റ്റ്. VC എടുക്കുക, അവർക്ക് വലിച്ചം കൊടുക്കുക, അത്രേ ഉള്ളു. നമ്മള് ഫെയർ ഫൈറ്റും ചെയ്തിട്ടില്ലല്ലോ തോറ്റത്, കുഴപ്പമില്ല. ഇവർക്ക്